ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് വ്ളോഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കടച്ചക്കയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതേ ഒരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് 2-3 ദിവസമായിട്ട് എനിക്കിത് കിട്ടിയിട്ട്, അപ്പോൾ എനിക്ക് സുഖമില്ല, പനി ആയതുകൊണ്ട് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇത് കേടുവന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് ഞാനത് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ ഇതൊന്ന് ഇങ്ങനെ ഈ പുറത്ത് ഇങ്ങനെ കളറൊക്കെ ഉണ്ടെങ്കിലും കട്ട് ചെയ്തപ്പോൾ അതിന് കേടും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കടച്ചക്ക ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും നല്ലൊരു കടച്ചക്ക എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ലൊരു എന്താ പറയുക, നല്ല അത്രയ്ക്കും ഒരു മൂത്തത് കൊണ്ടാണോന്ന് അറിയില്ല, അത്രയും നല്ലൊരു കടച്ചക്കയായിരുന്നു. അപ്പോൾ ഇതിനെ ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തോലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് നല്ലോണം മൂത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത്രയും നല്ലൊരു ചക്കയാണ്, പറഞ്ഞാൽ മാത്രം പോരാ, അത്രയും ഒരു ഇതാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. ഇനി അതിൻ്റെ ആ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ എല്ലാം ഞാൻ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കനം കുറയ്ക്കണ്ട, എന്നാലും അതിനൊരു 3 പീസാക്കിയിട്ട് അതിനെ വീണ്ടും പിന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട്, അറിയാം നമ്മൾ സാധാരണ കടച്ചക്കയൊക്കെ വയ്ക്കാറുണ്ടല്ലോ, നമ്മൾ ഇടിച്ചക്കയൊക്കെ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന ആ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒരു വിസിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലിട്ടിട്ട് അത് വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, ജീരകം, കുരുമുളക് ഇതെല്ലാം ഒന്നിട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ആദ്യം. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ വറുത്തെടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചിട്ടൊന്നും തേങ്ങ വറുത്തെടുക്കരുത്, ചെറിയ തീയിൽ തന്നെ വറുത്തെടുക്കണം. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ പരുവാകുന്നത് വരെ നമ്മൾ ചെറുതീയിൽ വെച്ചിട്ട് തന്നെ തേങ്ങ വറുത്തെടുക്കാം. ഇനി അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അതിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഇട്ട് കൊടുത്താൽ നമുക്ക് കറിയൊന്നും കൂട്ടാൻ പറ്റില്ല. അപ്പോൾ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ഞാൻ കുക്കറിൽ വേവിക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അത് വേവിച്ചെടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അത് ചൂടാറുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് അടി കരിഞ്ഞു പോകും. അപ്പോൾ കടച്ചക്കയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ കുക്കറിൽ ഒരു വിസിലാണ് ഞാൻ എടുത്തത്. ഒരു വിസിൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് കുറച്ചൊരു മീഡിയം ഇതിൽ അരച്ചെടുക്കണം, നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം തേങ്ങ. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കാം കറിയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ കടച്ചക്ക ഒന്ന് ചൂടാറി വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് നമുക്ക് കട്ടിയായി കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊഴിക്കാം. ആ കടച്ചക്ക വേവിക്കുമ്പോൾ തന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതാണ്, അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റാണിത്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത ഗ്യാസിൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്.
അതിലും കടുക് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളക് കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.